ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥനാപൂർവം ആയിരിക്കുക. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കാരുണ്യവാനും സർവശക്തനുമായ ദൈവം തമ്പുരാനെ, അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാഥ, ഈ ജീവിതകാലം മുഴുവൻ നിന്നെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ തക്കതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസ പരിശീലന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ ക്ലാസ്സിലൂടെ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹമായി തീരാൻ തക്ക വിധം ഞങ്ങൾക്കെല്ലാം അത് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനക്രമത്തിനെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമാണല്ലോ ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളുടെ ആരാധനക്രമത്തെ കൂടുതൽ മനസ്സിലാക്കി നിന്നെ ഏറ്റവും സന്തോഷത്തോടെ ആരാധിക്കാൻ, ഏറെ വിശ്വാസത്തോടെ ആരാധിക്കാൻ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിന്നെ ആരാധിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ബോധങ്ങളെ ജ്വലിപ്പിച്ചു തരണമേ, ഞങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളോടൊപ്പം പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും, ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെയും, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും, ഞങ്ങളുടെ ഇടവകയെ പൂർണ്ണമായും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങൾക്ക് നന്നായി പഠിച്ച് നീ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ യാചനകളും അങ്ങയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്ന കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമീൻ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ ആരാധനക്രമത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആരാധനക്രമത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ ആദ്യമായി നമ്മൾ സിറോ മലങ്കര ആരാധനക്രമത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അന്ത്യോക്യൻ ആരാധനക്രമമാണ് സിറോ മലങ്കര സഭയുടെ ആരാധനക്രമമെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് എണ്ണം പറഞ്ഞ് നമ്മൾ പഠിച്ചു. എന്നിട്ട് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ഇനി നമ്മൾ സിറോ മലബാർ സഭയുടെയും ലത്തീൻ സഭയുടെയും ആരാധനക്രമത്തെക്കുറിച്ച് പഠിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4-ാമത്തെ പാഠം, നമ്മുടെ പാഠപുസ്തകത്തിലെ 4-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. അതെന്താണ്? സിറോ മലബാർ ആരാധനക്രമം. സിറോ മലബാർ ആരാധനക്രമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാം. ഓർക്കുക, നമുക്ക് നമ്മുടെ സഭയുടെ ആരാധനക്രമത്തെ മുഴുവനായി നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാധനക്രമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്, അല്ലേ? ആരാധനക്രമത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. നമുക്ക് നമ്മുടെ കൂദാശകൾ, നമ്മുടെ പെരുന്നാളുകൾ, നമ്മുടെ യാമപ്രാർത്ഥനകൾ, നമ്മുടെ കൂദാശ അനുകരണങ്ങൾ, അതൊക്കെ ആരാധനക്രമത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതിന് ഓരോ വർഷവും നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി പഠിച്ചു വരിക. സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ച് അത്ര വിശാലമായി നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂ. അതുകൊണ്ട് സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ച് മുഴുവനായിട്ടല്ല നമ്മൾ ഇന്നത്തെ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. മറിച്ച് സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ഘടനയെക്കുറിച്ച് പഠിച്ചാൽ തന്നെ ഒരു സഭയുടെ ആരാധനക്രമത്തിൻ്റെ മഹിമ നമുക്ക് മനസ്സിലാകും. നമ്മൾ പറയാറില്ലേ, എല്ലാ ആരാധനയുടെയും കേന്ദ്രം എന്താണ്? വിശുദ്ധ കുർബാനയാണ്. എല്ലാ ആരാധനയുടെയും കേന്ദ്രമായി നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുന്നത് തന്നെ ആരാധനക്രമത്തെക്കുറിച്ച് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റും. പൂർണ്ണമായും അതിൻ്റെ എല്ലാ സവിശേഷതകളും മനസ്സിലായില്ലെങ്കിലും ആ ആരാധനക്രമത്തിൻ്റെ ഒരു മഹിമ മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചാൽ. അപ്പം അതുകൊണ്ട് സിറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൻ്റെ കേന്ദ്രമായ അവരുടെ വിശുദ്ധ കുർബാന, സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ സഭയുടെ ആരാധനക്രമം ഏത് പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്? അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്, അല്ലേ? അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള അന്ത്യോക്യൻ ആരാധനക്രമമാണ് നമുക്കുള്ളത്. അതിന് മറ്റൊരു പേര് കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു, അന്ത്യോക്യൻ ആരാധനക്രമത്തെ മറ്റൊരു പേര് കൂടി വിളിച്ചത് അറിയപ്പെടും.
ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. സുറിയാനി പാരമ്പര്യമാണ്. സുറിയാനി പാരമ്പര്യത്തിനെ തന്നെ നമ്മൾ മറ്റൊരു വിശേഷണം കൂടി അതിന് കൊടുക്കണം. എന്താണ്? പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം. അന്ത്യോക്യൻ ആരാധനക്രമത്തെ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിരുന്നു പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം കൂടിയുണ്ട്, അല്ലെങ്കിൽ കൽദായ സുറിയാനി ആരാധനക്രമം എന്നറിയപ്പെടുന്ന ഒരു പാരമ്പര്യമുണ്ട്, ഒരു ആരാധനക്രമമുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഭാരതത്തിലെ സീറോ മലബാർ സഭ അതാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടി ഓർക്കുക, സീറോ മലബാർ സഭയുടെ ആരാധനക്രമം കൽദായ സുറിയാനി ആരാധനക്രമമാണ്, പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ്. നമ്മുടേതാണ് പാശ്ചാത്യ സുറിയാനി ആരാധനക്രമം. സീറോ മലബാർ സഭയുടെയും സുറിയാനി ആരാധനക്രമമാണ്. എന്നാൽ അത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം കൽദായ സുറിയാനി ആരാധനക്രമം എന്നാണ്. AD 52 തോമാസ് ലീഹ ഭാരതത്തിൽ വന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഈശോയുടെ ശിഷ്യനായ തോമാസ് ലീഹ AD 52 ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിച്ച ആ കാലം മുതൽ തന്നെ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് പേർഷ്യൻ സഭയുമായിട്ടാണ് ബന്ധമുണ്ടായത്. അപ്പോൾ പേർഷ്യൻ സഭയുമായിട്ട് ഈ ഒരു സഭാബന്ധം നിലനിന്നിരുന്നത് കൊണ്ട് പേർഷ്യൻ സഭയുടെ ആരാധനക്രമമാണ് നമ്മുടെ ഭാരതത്തിൽ ആദിമകാലം മുതൽ ഉപയോഗിച്ചത്. അപ്പം പൗരസ്ത്യ സുറിയാനി ആരാധനക്രമം, അതായത് ഈ കൽദായ സുറിയാനി ആരാധനക്രമം ഭാരതത്തിൽ തോമാസ് ലീഹയുടെ കാലം മുതൽ ഉപയോഗിച്ചു തുടങ്ങി. സീറോ മലബാർ സഭ ആ ആദിമ കാലം മുതൽ തന്നെയും ഈ പാരമ്പര്യം, ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം കാത്ത് സൂക്ഷിച്ചു വരികയാണ്. ഇത് രൂപപ്പെടുന്നത് എഡേസയിലാണ്. ആദിമ യഹൂദ ക്രൈസ്തവരുടെ കേന്ദ്രമായ എഡേസയിലാണ് ഈ കൽദായ സുറിയാനി പാരമ്പര്യം രൂപപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ അന്ത്യോക്യൻ പാരമ്പര്യം ഉടലെടുത്തത് എവിടെയാണ്? ജെറുസലേമിൽ ഉടലെടുത്ത് ജെറുസലേമിൽ ആരംഭിച്ച് അന്ത്യോക്യയിലാണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്ന എഡേസയിൽ രൂപപ്പെട്ടതാണ് ഈ കൽദായ സുറിയാനി ആരാധനക്രമം. അത് നമ്മുടെ ഭാരതത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇനി നമ്മൾ പറഞ്ഞു സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെ പഠിക്കുന്നതിന് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയുടെ അന്നാപ്ര, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ അന്നാപ്ര അറിയപ്പെടുന്നത് തോമാസ് ലീഹായുടെ ശിഷ്യനായ മാർ അദ്ദായിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാർ മാറിയുടെയും പേരിലാണ്. തോമാസ് ലീഹായുടെ ശിഷ്യനായ അദ്ദായി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാറി എന്നിവരുടെ പേരിൽ അറിയപ്പെടുന്ന മാർ അദ്ദായിയുടെയും മാറിയുടെയും അന്നാഭറയാണ് സീറോ മലബാർ സഭ അവരുടെ കുർബാന തക്സയിൽ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ വിശദമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ, ഈശോ പറഞ്ഞതിൻ്റെ പ്രത്യുത്തരമാണ് വിശുദ്ധ കുർബാന അർപ്പണം. ഈശോ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കുവിൻ. ഇതിനുള്ള പ്രത്യുത്തരമാണ് അതിൻ്റെ സഭയുടെ ഒരുമിച്ച് വരുമ്പോഴുള്ള അതിൻ്റെ ഒരു പ്രകടനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന. പൗരസ്ത്യ സുറിയാനി സഭയിൽ വിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനമുണ്ട്. അത് വളർന്നതും വികസിച്ചതുമൊക്കെ വിശുദ്ധ പൗലോസ് ലീഹായുടെ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിശുദ്ധ പൗലോസ് ലീഹായുടെ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗത്ത് ഇത് വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയത് കൊണ്ടാണ് പൗരസ്ത്യ സഭയിലെ വിശുദ്ധ കുർബാനയുടെ വളർച്ച ഉണ്ടാകുന്നത്. ഇപ്പൊ സഭ ഒന്നായി ദൈവ ഐക്യത്തിലായിരുന്നുകൊണ്ട് അപ്പം ആശീർവദിക്കുകയും കാസ ആശീർവദിക്കുകയും ചെയ്ത് അതിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന ധർമ്മമാണ് വിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പൊതുവായ ആ ഒരു സാരാംശം മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ പൗലോസ് ലീഹായുടെ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം നിങ്ങൾ എല്ലാവരും അത് വായിക്കണം. അതിൽ നിന്ന് മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെക്കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ ആദിമകാലം മുതൽ ഈ കൽപ്പനയുടെ അടിസ്ഥാനമാണ് നമ്മളുടെ ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ളത്. ഇനി സീറോ മലബാർ സഭയും ആ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളെല്ലാം തന്നെ അനുസ്മരിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനം മുതൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ രക്ഷാകര കർമ്മങ്ങളും ഇനി രണ്ടാമത്തെ വരവും വരെയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവർ വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ ഓരോന്നും ഓരോ രക്ഷാകര ധർമ്മത്തെ, ഓരോ രക്ഷാകര കർമ്മത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓരോന്നോരായിട്ട് ഇനി നമുക്ക് പ്രതിപാദിക്കാം.
സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെ 8 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 8 ഘട്ടങ്ങളിൽ ഓരോന്നും ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കപ്പെടുന്നു. രക്ഷാകര രഹസ്യങ്ങളിലെ ഏതെങ്കിലും ഒരു സംഭവം പ്രതിപാദിക്കുകയും അത് അനുസ്മരിക്കുകയും ചെയ്യും. അപ്പോൾ ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ബലിവേദിയിൽ നിന്ന് ബേമയിലേക്കുള്ള ഒരു പ്രദക്ഷിണത്തോടുകൂടിയാണ്. അംശവസ്ത്രമണിഞ്ഞ വൈദികനും ശുശ്രൂഷകരും ബലിവേദിയിൽ നിന്ന് ബേമയിലേക്ക് ആഘോഷമായി പ്രദക്ഷിണം നടത്തി തന്നെ എത്തുന്നു. ബേമ എന്നുള്ളത് സുവിശേഷ വേദി എന്നുള്ളതാണ്, വചനവേദി എന്നുള്ളതാണ്. അപ്പോൾ ബലിവേദിയിൽ നിന്ന് വചനവേദിയിലേക്കുള്ള പ്രദക്ഷിണം മനുഷ്യപുത്രന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ആഗമനത്തെ സൂചിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദൈവപുത്രൻ വന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രദക്ഷിണം. ആ പ്രദക്ഷിണത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നത്. അതിന്റെ കുർബാനയുടെ തുടക്കത്തിൽ പ്രാരംഭ പ്രാർത്ഥന മുതൽ സകലത്തിന്റെയും നാഥ എന്ന പ്രാർത്ഥന വരെയുള്ളതാണ് ആമുഖ ശുശ്രൂഷ. അവരുടെ വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ഒരു കൽപ്പന അനുസ്മരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്നുള്ളത് ഈശോയുടെ കൽപ്പന അനുസ്മരണമാണ്. ഈശോ നൽകുന്ന കൽപ്പന എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ചേരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുവിൻ എന്ന് പറഞ്ഞ കൽപ്പനയുടെ അനുസ്മരണം. അതുകൊണ്ട് അവിടെ പ്രാരംഭ പ്രാർത്ഥന തന്നെ ഗാനം എങ്ങനെ തന്നെയാണ്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത് അന്ന് ഈശോ നൽകിയ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാം എന്ന് പറഞ്ഞ് ആ ഗാനത്തോടുകൂടി തന്നെയാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നത്. കർത്താവിൻ്റെ മനുഷ്യാവതാരം, ജനനം, അതുപോലെ കർത്താവിനെ കാത്തിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ, ഇവയാണ് ആമുഖ ശുശ്രൂഷയിൽ അനുസ്മരിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം എന്ന അറിയിപ്പോടുകൂടിയാണ് വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധനായ ദൈവമേ എന്ന് തുടങ്ങുന്ന ഒരു ത്രൈശുദ്ധ കീർത്തനമുണ്ട്. പിന്നീട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള വായനകളാണ്. പഴയ നിയമഗ്രന്ഥങ്ങളിൽ നിന്നുള്ള 1-2 വായനകൾ, അതുപോലെ തന്നെ ലേഖന വായനകൾ പുതിയ നിയമത്തിൽ നിന്ന്, അതുപോലെ തന്നെ സുവിശേഷ വായന, പിന്നെ കാറോസുസ് പ്രാർത്ഥന, കൈവപ്പ് പ്രാർത്ഥന തുടങ്ങിയതെല്ലാം വചന ശുശ്രൂഷയിൽ വരും. വചന ശുശ്രൂഷയിൽ ഓർക്കപ്പെടുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഈശോയുടെ പരസ്യ ജീവിതം, വചനങ്ങളും പ്രവർത്തികളും വഴി ഉണ്ടായ സാക്ഷ്യങ്ങൾ, ഇവയൊക്കെയാണ് പ്രത്യേകമായി വചന ശുശ്രൂഷയിൽ അനുസ്മരിക്കുന്നത്. ഇപ്പോൾ വചന ശുശ്രൂഷയിൽ ഏതൊക്കെയാണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ പരസ്യ ജീവിതം, അതുപോലെ തന്നെ ഈശോയുടെ വചനവും പ്രവൃത്തിയും വഴി ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ, അതുവഴി ലഭിച്ച സാക്ഷ്യങ്ങൾ ഒക്കെയാണ് ഈ വചന ശുശ്രൂഷയിൽ ഓർക്കുന്നത്. മൂന്നാമത്തത് ഒരുക്ക ശുശ്രൂഷ. വചന ശുശ്രൂഷയ്ക്കും കൂദാശ ഭാഗത്തിനും ഇടയ്ക്കുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളുമാണ് ഒരുക്ക ശുശ്രൂഷ എന്ന് അറിയപ്പെടുന്നത്. വചന ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ തൊട്ടുപോയി പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് കൂദാശ ഭാഗം, അന്നാഫ്ര എന്ന ഭാഗമാണ്. ഇതിന് മധ്യേ വരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ. ഇവിടെ ഏതൊക്കെ ഒരുക്കങ്ങളാണ്? കാർമ്മികൻ ഒരുക്കം നടത്തുന്നു, സമൂഹം ഒരുക്കുന്നു, തിരുവസ്തുക്കളുടെ ഒരുക്കം നടത്തുന്നു. 3 ഒരുക്കം, കാർമ്മികന്റെയും സമൂഹത്തിൻ്റെയും തിരുവസ്തുക്കളുടെയും ഒരുക്കം നടത്തുന്ന ഒരു ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നത്. വൈദികൻ തിരുവസ്തുക്കളെ ബലിവേദിയിൽ പ്രതിഷ്ഠിച്ച് അതിനെ ശോശപ്പാ കൊണ്ട് മൂടി ഒരുക്കി വെക്കുകയാണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട്. അപ്പോൾ ഇവിടെ കാർമ്മികൻ ബലിവേദിയിലേക്ക് പ്രവേശിക്കുന്നു, ജനം ആത്മീയമായി ഒരുങ്ങുന്നു, തിരുവസ്തുക്കളെ ഒരുക്കുക. ഇവിടെ ഈശോയുടെ പീഡാനുഭവവും മരണവും സംസ്കാരവും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈശോയുടെ പീഡാനുഭവവും മരണവും, അതുപോലെ തന്നെ ഈശോയുടെ ശവസംസ്കാരം ഈ സമയത്ത് ഈ ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ കന്യകാമറിയത്തെയും മാർത്തോമാ ശ്ലീഹായെയും ഭൂമിയിൽ വാങ്ങിപ്പോയ എല്ലാവരെയും, നിദ്ര പ്രാപിച്ച എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കുന്ന ഭാഗമാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷ എന്ന ഭാഗം. നാലാമത്തത് കൂദാശ ഭാഗം, അന്നാഫറ എന്നറിയപ്പെടും. കൂദാശ ഭാഗമാണ് വിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗം. വിശുദ്ധ കുർബാനയിലെ പ്രധാന ഭാഗം ഏതാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്നാഫറ എന്നുള്ളതാണ്. കൃതജ്ഞത സ്തോത്ര പ്രാർത്ഥന എന്നുകൂടി അന്നാഫറയെ വിളിക്കാറുണ്ട്. അപ്പോൾ കൃതജ്ഞത സ്തോത്ര പ്രാർത്ഥന സീറോ മലബാർ സഭയുടെ പ്രാർത്ഥന, ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച്
കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നുള്ള റൂഹാക്ഷണ പ്രാർത്ഥന വരെയാണ് അന്നാഫറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് 4 ഗഹന്ത പ്രാർത്ഥനകളുണ്ട്. ഗഹന്ത പ്രാർത്ഥന എന്നത് വൈദികൻ ശിരസ് നമിച്ച് കൃതജ്ഞതാപൂർവ്വം പ്രാർത്ഥിക്കുന്ന, സ്വരം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെയാണ് ഗഹന്ത പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. ഈ ഗഹന്ത പ്രാർത്ഥനകളിൽ ചേർത്താണ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ, അതുപോലെ അന്തിമ ഭോജന വിവരണം, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന, റൂഹാക്ഷണ പ്രാർത്ഥന എല്ലാം ഇതിനോടകം നടക്കുന്നത്. അപ്പം റൂഹാക്ഷണ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ദൈവത്തോട് ദൈവം കാട്ടിയ കരുണയ്ക്കുള്ള ഒരു പ്രതിനിധി, അല്ലെങ്കിൽ അതിന് ദൈവം മനുഷ്യനോട് കാണിച്ച കരുണയെ ഓർത്ത് പ്രത്യേകമായി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളാണ് ഈ കൂദാശ ഭാഗം, അന്നാഫ്ര എന്നറിയപ്പെടുന്ന ഭാഗം. അഞ്ചാമത്തത് വിഭജന ശുശ്രൂഷ. തിരുവോസ്തി ഉയർത്തിക്കൊണ്ട് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വിഭജന ശുശ്രൂഷ ആരംഭിക്കുന്നത്. വൈദികൻ തിരുവോസ്തി 2ആയി മുറിച്ച് അതിൽ തിരുരക്തം കലർത്തുന്നു. എന്നിട്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നു. കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഈശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യഗണം എങ്ങനെയാണ് ദൈവത്തെ കണ്ടത്, അതേ മനോഭാവത്തോടുകൂടി ആരാധനയോടുകൂടി വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ജനം കർത്താവിനെ ആരാധിക്കുന്നതായിട്ടാണ് ഈ ഭാഗത്ത് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അതാണ് 5ാമത്തെ ഭാഗം, വിഭജന ശുശ്രൂഷ. തിരുവോസ്തിയും തിരുരക്തവും പ്രത്യേകമായി ചേർക്കുന്ന ഈ ഭാഗമാണ് വിഭജന ശുശ്രൂഷ. അടുത്തത് അനുരഞ്ജന ശുശ്രൂഷ. 6ാമത്തതായിട്ട് വരുന്നത് അനുരഞ്ജന ശുശ്രൂഷ. പേര് പോലെ തന്നെ അനുരഞ്ജനത്തിന്റെ സമയമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനം, മനുഷ്യനും സഹജീവികളും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന ഈ ഭാഗത്ത് നടത്തുന്നു. അനുരഞ്ജനത്തിനുള്ള ആഹ്വാനം നടത്തുന്നു. അനുരഞ്ജനത്തിനുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ, പാപമോചന പ്രാർത്ഥന, ധൂപാർപ്പണ പ്രാർത്ഥന, ഇതെല്ലാം. അപ്പം വിശ്വാസികൾ കർത്താവിനെ സ്വീകരിക്കാൻ പോവുകയാണ്. ഇനി വിശുദ്ധ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കാൻ പോകും. ആ സ്വീകരണത്തിന് മുമ്പ് തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള അനുരഞ്ജനത്തിന്റെ സമയമാണ്. ദൈവത്തോടും നമ്മളുടെ സഹോദരങ്ങളും മനുഷ്യരോടും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെ സമയമാണ് അനുരഞ്ജന ശുശ്രൂഷ എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്നത്. 7ാമത്തേത് ദൈവ ഐക്യ ശുശ്രൂഷ. വിശുദ്ധ കുർബാന സ്വീകരണവും അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളുമാണ് ദൈവ ഐക്യ ശുശ്രൂഷ ഉൾപ്പെടുന്നത്. കർത്തൃപ്രാർത്ഥന, വിശുദ്ധ കുർബാന ദൈവജനത്തിനുള്ളതാകുമെന്നുള്ള ആഹ്വാനം, കാർമ്മികരുടെയും വിശ്വാസികളുടെയും വിശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയവയാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. ജനത്തിന് വേണ്ടി വിശുദ്ധ കുർബാന നൽകപ്പെടുന്ന പ്രത്യേകമായ സമയം ഒരു ഐക്യ ശുശ്രൂഷയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഇവിടെ ഐക്യപ്പെടും. തൊട്ട് മുമ്പിൽ അനുരഞ്ജന പ്രാർത്ഥന നടത്തി. ഇനി ഐക്യത്തിന്റെ സമയം. വിശുദ്ധ കുർബാനയുമായി വൈദികൻ ജനത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. ജനം വിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാൻ വൈദികന്റെ അടുക്കിലേക്ക് വരുന്നു. ഇതൊരു ഐക്യത്തിന്റെ സൂചനയാണ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെ സൂചന. ഈ ദൈവ ഐക്യമാണ് ഈ സമയത്ത് നടക്കുന്നത്. ദൈവജനം ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരുശരീര രക്തങ്ങളിലൂടെ സ്വീകരിക്കുക വഴി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഐക്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ദൈവ ഐക്യ ശുശ്രൂഷ എന്ന പേരിൽ അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തതും അവസാനത്തതുമായത് സമാപന ശുശ്രൂഷ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർക്കപ്പെട്ട് ദൈവവുമായി ഐക്യപ്പെട്ട ജനം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയമാണ് സമാപന ശുശ്രൂഷ. പുരോഹിതൻ ത്രിയേക ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു, അവർക്ക് ആശീർവാദം നൽകുന്നു, കുരിശടയാളത്താൽ അവരെ മുദ്ര വയ്ക്കും. അതിനുശേഷം കർത്താവിൻ്റെ ബലിപീഠത്തെ ചുംബിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തെയും നമ്മുടെ നിത്യജീവനെയും എല്ലാം അനുസ്മരിക്കുന്ന സമയമാണ് സമാപന ശുശ്രൂഷയുടെ ഭാഗം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 8 ഘട്ടങ്ങൾ, ഈ 8 ഘട്ടങ്ങളിലൂടെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ഓരോന്നായിട്ട് അനുസ്മരിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധനക്രമത്തെക്കുറിച്ചാണ്
പഠിച്ച് വന്നത്. സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ച് വിശാലമായി പഠിക്കുന്നതിന് പകരം നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച്, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചതാണ്. അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ മനോഹാരിത പിടികിട്ടുന്നുണ്ട്. മിശിഹ രഹസ്യങ്ങൾ മുഴുവൻ, രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ അനുസ്മരിച്ചുകൊണ്ട് ഒരു ദൈവ ഐക്യ ശുശ്രൂഷയായിട്ടാണ് വിശുദ്ധ കുർബാന നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവജനം ദൈവത്തോട് എത്രമാത്രം അടുക്കാൻ വിശുദ്ധ കുർബാന കാരണമാകുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ ഐക്യപ്പെടുന്നവരായി തീരണം എന്ന ഒരു ചിന്ത കൂടി ഈ പാഠം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുമ്പോൾ അത് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഈ പാഠം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. 8 ഭാഗങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓരോന്നിൻ്റെയും സമയം പോകുന്നതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഈ 8 ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ഓർക്കുക. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പാരമ്പര്യം ഏതാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിലെ ചോദ്യങ്ങളൊക്കെ എഴുതി പുസ്തകത്തിൽ ശേഖരിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. നോട്ടുകൾ കൃത്യമായിട്ട് എഴുതണം. നിങ്ങളുടെ ബുക്കിൽ കൃത്യമായി ഇതിന് നോട്ട് കുറിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി.